എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏലിയായും പ്രവാചകന്മാരും ഹൃദയപരിവർത്തനവും എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോശ ചെയ്തിട്ടുള്ളതുപോലെ ദൈവത്തിൻ്റെ നിഗൂഢ സാന്നിധ്യം തന്നെ കടന്നു പോകും വരെ പാറകൾക്കിടയിലുള്ള ഗുഹയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ പഴയ നിയമത്തിൻ്റെ അവസ്ഥ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നാൽ ഇന്ന് ആ സാന്നിധ്യം നമ്മളുടെ ഉള്ളിലേക്ക് ദൈവം തന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ വെച്ച് മാത്രമേ മോശയും ഏലിയായും തങ്ങൾ തേടിയവൻ്റെ അനാവൃത മുഖം കാണുന്നുള്ളൂ. അതാണ് പുതിയ നിയമ അവസ്ഥ. അന്ന് അവർ യേശുവിന് എത്രയോ വർഷം മുമ്പ് നടന്ന സംഭവമാണ്. പാറകൾക്കിടയിലുള്ള ഗുഹയിൽ ഒളിച്ചിരുന്നു ആ ഏലിയ. അപ്പോൾ നമുക്കറിയാം, ഏലിയ ആണ് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. മോശയെക്കുറിച്ചും മോശ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്നും മോശയുടെ ശരീരം എവിടെയാണെന്നും ആർക്കും ഒരറിവില്ല. അതാണ്. അപ്പോൾ ഇത് ഒരു പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ ഒരു സമാഗമമാണത്. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ വെച്ച് മാത്രമേ രൂപാന്തരീകരണ മലയും ഈശോയുടെ പ്രാർത്ഥനയാണ്. അവിടെ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ മുഖം രൂപാന്തരപ്പെട്ടു. ഈശോയുടെ ആ ദൈവമഹത്വം വെളിപ്പെട്ടു. അതിനു മുമ്പ് ഈശോയുടെ മനുഷ്യത്വത്തിൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നു. ഈശോയുടെ ആ മനുഷ്യത്വത്താൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നു. രൂപാന്തരീകരണ സമയത്ത് അത് മുഴുവനും പ്രകാശിച്ചു. അതോടൊപ്പം ഇതാ മോശയും ഏലിയായും അവിടെ ദൃശ്യമായിട്ട് കാണപ്പെട്ടു. ഇത് വലിയ ഒരു രഹസ്യമാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, അത് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത്, ദൈവമഹത്വത്തിൻ്റെ അറിവ് ക്രൂശിതനും ഉത്ഥിതനുമായ ക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രശോഭിക്കുന്നു. മഹത്വം എന്താണ് ഈ മഹത്വം? ഈ മഹത്വം പഴയ നിയമത്തിൽ ഇതുപോലെ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. കണ്ടോ, മോശയ്ക്ക് അത് കാണിച്ചു കൊടുത്തിട്ടില്ല, ഏലിയായ്ക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ മഹത്വം വെളിപ്പെട്ടത് ഇതാ ഒരു വചനം വരുന്നു, യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, യേശുവിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ആ മനുഷ്യനായി അവതരിച്ച യേശുവാണ് ഈ മലയിൽ. അപ്പോൾ ദൈവമഹത്വത്തിൻ്റെ അറിവ് ഇവിടെ യോഹന്നാൻ 1:14 പറയുന്നത്, വചനം അംശമായി നമ്മുടെ ഇടയിൽ വസിച്ചു, മഹത്വം നമ്മൾ ദർശിച്ചു. ദൈവമഹത്വത്തിൻ്റെ അറിവ് ക്രൂശിതനും ഉത്ഥിതനുമായ ക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രശോഭിക്കുന്നു. അതിൻ്റെ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർ 4:6, ലൂക്ക 9:30-15. ലൂക്ക 9:30-15
ലൂക്ക 9:30-15. അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ലൂക്ക 9:30 മുതൽ. രൂപാന്തരീകരണം. ഇനി അവിടെ വലിയ രഹസ്യം അവിടെ പറയുന്നത് 2 കൊരിന്ത്യർ 4:6 ഉണ്ടോ. 2 കൊരിന്ത്യർ 4:6 നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. അതെന്താ പറയുന്നത്? അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്നരുളി ചെയ്ത ദൈവം തന്നെയാണ്. ഉണ്ടോ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്നരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. എന്തോ ഒരു വലിയ രഹസ്യമാണിത്. 2 Corinthians 4:6. For God who said, let light shine out of darkness. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന് അന്ധകാരത്തിൽ നിന്ന് പോലും പ്രകാശം ഉണ്ടാക്കാം എന്നുള്ള നമ്മുടെ അറിവാണ്. ഉണ്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചത്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്നരുളി ചെയ്ത ദൈവം തന്നെയാണ്. ഉണ്ടോ. വചനം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ വായിക്കണം. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ലെറ്റ് ഗോഡ്, ഫോർ ഗോഡ് ഹു സെഡ് ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. ലെറ്റ് ദ ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. അന്ധകാരത്തിൽ നിന്ന്, ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, പ്രകാശമുദിക്കട്ടെ എന്നരുളി ചെയ്ത ദൈവം തന്നെയാണ്. അരുളി ചെയ്തപ്പോൾ എന്തുണ്ടായി? പ്രകാശമുണ്ടായി. അതാണ്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത്. ഇപ്പോൾ താബോർ മലയിലേക്ക് വരിക. ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന്. ഇത് ഭയങ്കര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മളിപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പല അന്ധകാരങ്ങളും ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ആ അന്ധകാരത്തിൽ നിന്ന് ദൈവം പ്രകാശം ഉണ്ടാക്കും. അങ്ങനത്തെ ആ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ അന്തരംഗങ്ങളിൽ ഈ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള, ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം. അതൊരു വിസ്മരണീയമായ അറിവാണ്. അതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ വലിയ രഹസ്യം. ക്രിസ്തു നമ്മൾ കാണുന്ന പോലെ ഒന്ന് അദൃശ്യനായ വചനമാണ്. ആ വചനം മാംസമായി ദൃശ്യമായി വന്നു. ആ ദൃശ്യമായ നസ്രായനായ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ
ആ ഉയർത്തെഴുന്നേറ്റ അവസ്ഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സൂക്ഷ്മം, ദീപ്തം, അക്ഷയം, ലഘുത്വം, എങ്ങനെ വലിയ പ്രകാശങ്ങളുടെ പ്രകാശം. എന്നാൽ അത് മറച്ചു വച്ചിരിക്കുകയാണ് ആ മനുഷ്യത്വത്തിലൂടെ. എന്നാൽ നമ്മൾ വിശ്വാസത്തിലൂടെ അത് കാണാൻ സാധിക്കണം, ജ്ഞാനത്തിലൂടെ അത് കാണാൻ സാധിക്കണം. അതെങ്ങനെയാണ് കാണാൻ സാധിക്കണേ? ഒന്നുകൂടി വായിക്കാം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കണം, വളരെയധികം ധ്യാനിക്കണം ഇതിനെക്കുറിച്ച്. പരിശുദ്ധാത്മാവേ, ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ ദൈവ തേജസ്സിനെ തന്നെ നമുക്കിത് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഈ കോൺടെംപ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഇനി അടുത്ത ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഏലിയായും മോശയുമെല്ലാം ദിവസങ്ങളോളം ധ്യാനിച്ചു എന്ന് പറയുമ്പോൾ ആ ധ്യാനത്തിൽ അവർക്ക് അനുഭവമായത് അവർക്ക് ദൃശ്യമായിട്ട് കാണാൻ സാധിക്കാതിരുന്നതും എന്നാൽ അവരുടെ ആത്മാവിൽ തുടിച്ചിരുന്നതുമായ ഈ ദൈവ തേജസ്സാണ്. അത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവ മഹത്വത്തിൻ്റെ അറിവ് ക്രൂശിതനും ഉത്ഥിതനും, അതാണ് ക്രൂശിതനും ഉത്ഥിതനുമായ ക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രശോഭിക്കുന്നു. അപ്പോൾ ആ രൂപാന്തര മലയിൽ കണ്ടത് വരാനിരിക്കുന്ന ക്രൂശിതനും ആ പീഡാനുഭവവും ആ പീഡാനുഭവത്തിനെ വിജയിച്ചുകൊണ്ടുണ്ടാകുന്ന ഉത്ഥാനം. ഇപ്പോൾ നമ്മൾ ആ ഉത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാണ് സഭയുടെ ആരാധനാക്രമം. ആ ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പീഡാനുഭവത്തിൻ്റെ മേൽ വിജയം സ്വീകരിച്ച് പീഡാനുഭവവും ഉത്ഥാനവും അതിൽ പ്രവർത്തിച്ച മഹത്വമാണ് അവർ മുൻകൂറായിട്ട് അവിടെ കണ്ടത്. അവർ മാത്രമല്ല, എല്ലാവരും കണ്ടു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. സഭ നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം പറയുന്നു, പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ. ഇവിടെ നമുക്ക് പുണ്യവാന്മാരുടെ ഐക്യം കാണാം. മോശ നിയമത്തിൻ്റെയും ഏലിയ പ്രവചനത്തിൻ്റെയും രണ്ട് വക്താക്കളാണ്. അങ്ങനെ നിയമവും പ്രവാചകരും പ്രതിനിധീകരിച്ചുകൊണ്ട് മോശയും ഏലിയായും അവരെ സംബന്ധിച്ച് അവരെ ദൈവം അത്രയ്ക്ക് പ്രത്യേകമായ അഭിഷേകം നൽകി. അതുകൊണ്ട് ഇനി അവിടെ രൂപാന്തരീകരണ മലയിൽ കേട്ട വാക്കുകൾ ഇതാണ്. ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പം ഇനി നമ്മൾ ആരുടെ വാക്കുകളാണ് ശ്രമിക്കേണ്ടത്? മോശയും ഏലിയായുടെയും സാന്നിധ്യത്തിൽ തന്നെ പറയുകയാണ്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ആരോടായിട്ടാണിത് പറയുന്നത്? നമ്മളോടായിട്ടാണ് പറയുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും അവിടെയുണ്ട്. അവരാണ് സഭ. അതാണ് ഭൂമിയിലെ പടുത്തുയർത്തപ്പെടുന്ന സഭ. ആ സഭയോടായിട്ടാണ് പറയുന്നത്. ഇനി മോശയും ഏലിയായും പറഞ്ഞതെല്ലാം ഇവിടെ ക്രിസ്തുവിൽ പൂർത്തീകരിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഇനി നമ്മൾ കേൾക്കേണ്ടത് ആരുടെ വാക്കുകളാണെന്ന് ദൈവപിതാവ് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പറയുകയാണ്. ആ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ 555 പഠിച്ചത്. ആ സാന്നിധ്യം ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം അവിടെ പിതാവ് ശബ്ദമായിട്ടും പുത്രൻ അവിടെ നിൽപ്പുണ്ട്, പരിശുദ്ധാത്മാവ് മേഘമായിട്ട് അവിടെ എഴുന്നള്ളി വന്നു. അവരെ അതിൻ്റെ അകത്താക്കി അങ്ങ് മൂടി. കണ്ടോ, അതാണ് ആ സഹവാസം. ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസത്തിൻ്റെ വലിയ മേഘം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. പരിശുദ്ധ ത്രിത്വം മുഴുവനും പ്രത്യക്ഷപ്പെട്ടു. അതാണ് പ്രത്യക്ഷപ്പെട്ടു. സ്വരത്തിൽ പിതാവും മനുഷ്യരിൽ പുത്രനും, തിളങ്ങുന്ന മേഘത്തിൽ പരിശുദ്ധാത്മാവും. ഈ എപ്പിസോഡ് ജീസസ് വണ്ടറിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഒന്നും എല്ലാവരും നന്നായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ. കാരണം അവിടെ ആ രൂപാന്തരീകരണ മലയിൽ ആ ഭാഗം ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അവിടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്, അവിടെ മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചു എന്ന് എഴുതിയിട്ടുള്ളൂ. എന്താ സംസാരിച്ചത്? അത് ഞാൻ പരിശുദ്ധാത്മാവിലൂടെ ഇനി കണ്ടുപിടിക്കണം. അവരെന്താ സംസാരിച്ചത്? കുറേ എല്ലാം കിട്ടിയിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിൻ്റെ രൂപവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിസ്മയനീയതയാണ്, വലിയ വിസ്മയനീയതയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ പ്രവാചകന്മാരെ, ആ പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും വാസ്തവത്തിൽ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പ്രവചിച്ചത്. അവരെ ഇപ്പോൾ അതിന് തൊട്ട് സമയമായപ്പോൾ ഈശോയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ പദ്ധതിയെല്ലാം പൂർത്തിയാകാൻ പോകുന്നു. അതിനെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് ഭാഗം. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. 2584 ദൈവവുമായി തനിച്ചുള്ള സമാഗമങ്ങളിൽ നിന്ന്, അതാണ് ദൈവവുമായി തനിച്ചുള്ള സമാഗമങ്ങളിൽ നിന്ന്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവുമായി തനിച്ചുള്ള സമാഗമങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യത്തിന് വേണ്ട പ്രകാശവും ശക്തിയും സംഭരിക്കുന്നു. അതാണ്. അപ്പോൾ നമ്മളെല്ലാവരിലും ഒരു പ്രവാചക ദൗത്യമുണ്ട്. നമ്മളിൽ യേശുവിൻ്റെ പൗരോഹിത്യ ദൗത്യമുണ്ട്. നമ്മളിൽ യേശുവിൻ്റെ രാജകീയ ദൗത്യമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും, ദാവീദ് രാജാവും അല്ലെങ്കിൽ യേശുവിൻ്റെ രാജകീയ ദൗത്യം, അതുപോലെ യേശുവിൻ്റെ പൗരോഹിത്യ ദൗത്യം, പ്രവാചക ദൗത്യം, ഈ 3 ദൗത്യവും നടക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാതെ ഈ ഒരു ദൗത്യവും നമ്മളിൽ പ്രക്ഷോഭിക്കുകയില്ല. എന്ത് തരത്തിലുള്ള പ്രാർത്ഥന? അതാണ് ദൈവവുമായി തനിച്ചുള്ള പ്രാർത്ഥന. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ എല്ലാം വന്നപ്പോൾ നമ്മളെപ്പോഴും ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവമാണ്. കുടുംബ പ്രാർത്ഥന, പ്രയർ ഗ്രൂപ്പ്, സെല്ല്, കൺവെൻഷനുകൾ, ധ്യാനകേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ്. അത് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ അത് പോരാ. ഞാൻ നിങ്ങളോടെല്ലാം വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും വ്യക്തിപരമായ പ്രാർത്ഥന മുടങ്ങരുത്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി കർത്താവിനെ ചില പദ്ധതിയുണ്ട്. ആ പദ്ധതി വികസിക്കുകയും അത് പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന് വ്യക്തിപരമായ ഒരു പ്ലാനും പദ്ധതിയുണ്ട് ഓരോരുത്തർക്കും. അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, സങ്കീർത്തനം. എന്നാൽ എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയും എന്നിലൂടെ ഈ പ്രപഞ്ചത്തിൽ നടത്താനുള്ള പദ്ധതിയും? അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും പ്രത്യേകമായൊരു വിളിയുണ്ട്. പക്ഷെ എങ്ങനെ അത് പൂവണിയും, എങ്ങനെ അത് പുഷ്പിക്കും, എങ്ങനെ അത് ഫലം പുറപ്പെടുവിക്കും, അതിനാണ് ഈ പറയുന്നത് ദൈവവുമായി തനിച്ചുള്ള സമാഗമങ്ങൾ. ദൈവവുമായി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. തനിച്ചുള്ള സമാഗമങ്ങൾ. ആ തനിച്ചുള്ള സമാഗമങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യത്തിന് വേണ്ട പ്രകാശവും ശക്തിയും സംഭരിക്കുന്നു. പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വെളിവ് കിട്ടണം. ഇതാണ് ദൈവം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ അവിടെയും ഇവിടെയും ആരും പറയണത് കേട്ടിട്ടല്ല അത് ചെയ്യേണ്ടത്. ദൈവം തന്നെ പറയുന്നത് കേട്ട് ചെയ്യണം. ദൈവം തന്നെ പറയുന്നത് കേൾക്കണം. ദൈവത്തെ കേൾക്കണം. അവിശ്വസ്തമായ ഈ ലോകത്തിനുള്ള ഒളിച്ചോട്ടമല്ല അവരുടെ പ്രാർത്ഥന. അവിശ്വസ്തമായ ഈ ലോകത്ത് നിന്നുള്ള ഒളിച്ചോട്ടമല്ല. അപ്പോൾ അവർ ഒളിച്ചിരിക്കും, പക്ഷെ അത് ഒളിച്ചോട്ടമല്ല. അത് ദൈവവുമായി ഒറ്റയ്ക്ക് തനിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണത്. പിന്നെയോ ദൈവവചനത്തിൻ്റെ ശ്രദ്ധാപൂർവമായ ശ്രവണം. അപ്പം ദൈവത്തെ നമ്മുടെ അന്തരാത്മാവിൽ ശ്രവിക്കണം. അപ്പോൾ ഇതിനാണ് കോൺടെംപ്ലേഷൻ എന്ന് പറയുന്നത്. ധ്യാനയോഗ പ്രാർത്ഥന എന്നാണ് ഇവിടെ നമ്മുടെ മലയാളത്തിൽ കാറ്റഗിസത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ. അത് നമ്മളിപ്പോൾ അടുത്ത വചനത്തിൽ കേൾക്കാൻ പോകുന്നു. അവരുടെ പ്രാർത്ഥന ചിലപ്പോൾ വാഗ്വാദമോ ആവലാദ്യവുമാകാം, പക്ഷെ എപ്പോഴും രക്ഷകനും ചരിത്രത്തിൻ്റെ നാഥനുമായ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണത്. 36 ഒരുപാട് സംഭവങ്ങളാണ്. ഏശയ്യ 6, 5, 8, 11, ജെറമിയ 1:6 ഉണ്ടോ? ജെറമിയ 1:6 നമുക്കറിയാം. ജെറമിയ 15, 18, 27, 18 ഇതെല്ലാം നിങ്ങൾ വായിച്ചാൽ മതി. ഇതൊക്കെ നമുക്കറിയാവുന്ന വചനങ്ങൾ തന്നെയാണ്. എല്ലാം ഈ പ്രവാചകന്മാരോട് കർത്താവ് എങ്ങനെ സംസാരിച്ചു, എപ്പോൾ സംസാരിച്ചു ഉണ്ടോ? ഈ അവരുടെ വിളി ഏശയ്യ 1:6 എന്നൊക്കെ പറയും. ഏശയ്യ 6:5 ഏശയ്യ 6:5 ഒന്നെടുക്കാം. ഏശയ്യ 6:5 ഏശയ്യ 6:5 ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ അശുദ്ധമായ അധരമുള്ളവരും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവരുമാണ് ഞാൻ. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നായന് അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവരുമാണ് ഞാൻ. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. കേട്ടോ? അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന്
കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. അപ്പം ഈ തീക്കട്ട എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. ഈ തീക്കട്ട ഒരു തീക്കനലുമായി മലങ്കര കുർബാനയിൽ, ആ മലങ്കര കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടാണ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട നിത്യജീവനായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. അത് ഈ തീക്കട്ട, ഈ വാക്കിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം ദൈവവുമായിട്ട് കണ്ടുമുട്ടിയ ആ രഹസ്യങ്ങളാണ് അവിടെ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കുമുണ്ടാകും. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാണത്. പ്രവാചകന്മാർ എപ്പോഴും രക്ഷകനും ചരിത്രത്തിൻ്റെ നാഥനുമായ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് യേശയ്യാ പറയണത്, ഞാൻ പോകാം എന്ന്. ഇനി നമ്മൾ ആ കോണ്ടംപ്ലേറ്റീവ് പ്രെയറിനെ കുറിച്ചാണ് 2709 ഇതിൻ്റെ മാർജിനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ 2709 ധ്യാനയോഗ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. 2709. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. 3 തരത്തിലുള്ള പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ട്. വാചിക പ്രാർത്ഥനകൾ, നമ്മൾ വാക്കുകൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം. ഇതെല്ലാം വാചികമായിട്ട് പറയുന്നു. അതാണ് വാചിക പ്രാർത്ഥന. ഇനി അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ആ ധ്യാനം, മെഡിറ്റേഷൻ. ഇനി 3ാമത്തേതാണ് ധ്യാനയോഗ പ്രാർത്ഥന. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇത് നമ്മൾ കേട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. എല്ലാവരും നമ്മളെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഇതൊന്നും നമുക്ക് പറ്റൂല എന്നുള്ള മാതിരി. അങ്ങനെയല്ല. എല്ലാവരിലും ഈ ധ്യാനയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ കോണ്ടംപ്ലേഷൻ പ്രേയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ധ്യാനയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ കോണ്ടംപ്ലേഷൻ പ്രെയർ, ഇത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അല്പം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ് ധ്യാനയോഗ പ്രാർത്ഥന? വിശുദ്ധ ത്രേസ്യ, ഈ വിശുദ്ധ ത്രേസ്യ എന്ന് പറയുന്നത് കൊച്ചു ത്രേസ്യയാണ്, മറുപടി നൽകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇതന്നെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ പറയണത്. മാനസിക പ്രാർത്ഥന സൗഹൃദത്തിൻ്റെ പങ്കുവെക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ സമയം കണ്ടെത്തുക എന്നതാണ് അതിനർത്ഥം. അതായത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആത്മസുഹൃത്ത്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, അതാണ് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മോശ ദൈവത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. എന്ന പോലെ നമ്മൾ ദൈവത്തെ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സുഹൃത്തായി കാണണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ഇനി ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു വാക്കാണ് പ്രണയം. പരിശുദ്ധ പിതാവ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പ്രാർത്ഥന ഒരു പ്രണയമാണ്. അപ്പോൾ ഇവിടെ സെൻറ്റ് തെരേസ ഓഫ് ജീസസ്, ദ ബുക്ക് ഓഫ് ഹെർ ലൈഫ്, അത് കഴിഞ്ഞിട്ട് അടുത്ത് എഴുതിയിരിക്കുന്നതും ഇൻ ദ കളക്റ്റഡ് വർക്ക് ഓഫ് സെൻറ്റ് തെരേസ ഓഫ് ആവില.
ഇവിടെ പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനുമെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുക എന്നതാണ് അതിനർത്ഥം. അതാണ് നമ്മെ സ്നേഹിക്കുന്ന. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോടൊപ്പം ഇരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ എനിക്കൊരു കൗൺസിലിംഗ് തരാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ എനിക്ക് വേണ്ടി? പ്രാർത്ഥിക്കാം. എന്നാൽ വാ, നമുക്ക് ഈ മുറിയിലിരിക്കാം, അവിടെ പിള്ളേരും അവരൊക്കെ ആയിട്ട് ബഹളമാണ്, അവരവിടെ കളിക്കട്ടെ കണ്ടോ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുമായിട്ടൊരു മുറിയിൽ അടച്ചിരിക്കണം. എന്നിട്ട് അവിടെ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ പിള്ളേർ അവിടെ ഒന്ന് ഒച്ച ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പറയും, പ്ലീസ് ഇപ്പോൾ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയാണ് കണ്ടോ. അതാണ് ഈശോ തന്നെ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കൂ. അപ്പോൾ കതകടയ്ക്കുമ്പോൾ മുറിയിൽ വേറെ ആരുണ്ട്? നാം സ്നേഹിക്കുന്ന നമ്മുടെ ഈശോ, മണവാളൻ. അതാണ് ഒരു മണവാളൻ മണവാട്ടി ബന്ധം. ഇത് വലിയ തീമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ഉത്തമഗീതം 1:7 അതിലെല്ലാം പറയുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി വായിച്ചോട്ടെ. എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവരെ, അത് ഉത്തമഗീതം 1:7 പറയുന്നതാണ്. എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക, നിൻ്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു, ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു, ഞാൻ എന്തിന് നിൻ്റെ ചങ്ങാതിമാരുടെ. അപ്പോൾ ഇതൊക്കെ സ്നേഹസല്ലാപമാണ്. അപ്പോൾ ഇവിടെ ഇത്രയാണ് പറയുന്നത്, എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ തേടുന്നതാണ് ധ്യാനാത്മക പ്രാർത്ഥന. യേശുവിനെയും അവിടുന്ന് പിതാവിനെയും തേടുന്നു. കാരണം അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും ഇടവരുത്തുന്ന സംശുദ്ധമായ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ തേടുന്നത്. അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും ഇടവരുത്തുന്ന, അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ അവൻ വഴി ജനിച്ചു, അവനിൽ ജീവിക്കുന്നു, ഇടവരുത്തുന്ന സംശുദ്ധമായ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ തേടുന്നത്. ധ്യാനയോഗ പ്രാർത്ഥനയ്ക്കിടയിലും ഒരാൾക്ക് മെഡിറ്റേഷൻ ധ്യാനിക്കാൻ കഴിയും. പക്ഷെ ശ്രദ്ധ കർത്താവിൽ തന്നെ ആയിരിക്കണം ആ സമയത്ത്. അതുകൊണ്ടാണ് കതകടയ്ക്കൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ അപ്പോൾ സാരാംശത്തിൽ ഈ പ്രവാചകർ എല്ലാവരും അവരുടെ പ്രാർത്ഥനാ രീതിയിൽ അവർ അധികം സമയവും ഏകാന്തതയിൽ ദൈവവുമായി ഒറ്റയ്ക്ക് ചെലവഴിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വെളുപ്പിനെ കുഞ്ഞുങ്ങൾ എണീക്കുന്നതിന് മുമ്പ്, വീട്ടിലെല്ലാ കാര്യങ്ങളും ബഹളമൊക്കെ നടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ഏകാന്തമായി കർത്താവിൽ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എങ്കിലേ നമ്മളിൽ വലിയ ദൈവിക രഹസ്യങ്ങളുടെ ക്രയവിക്രയമെല്ലാം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വായോ, നമുക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞ് സമാപിപ്പിക്കാം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം.